ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നമ്മൾ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ അതാ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിക്കൊരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പൊറാട്ട കഴിക്കണം അതേ ടേസ്റ്റാണ് കേട്ടോ. പൊറാട്ട തന്നെയാണെന്ന് വിചാരിക്കും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ പൊറാട്ട ഒന്നും ഞാനും കടയിൽ നിന്നൊന്നും വാങ്ങി കൊണ്ടുവന്ന് കഴിക്കണ്ട കേട്ടോ, നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ അതാ ഞാൻ ഒരു ബൗള് ചോറ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോറെടുത്ത പാത്രത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ ചോറെടുത്ത അതേ ബൗളിന് 2 ബൗള് മൈദയാണ് കേട്ടോ ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ആദ്യം ഒരു പാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് ലൂസാവുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കാൻ കേട്ടോ ചെയ്യുക. കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി. നല്ല പോലെ ചപ്പാത്തി മാവിന് കുഴക്കണം, മാതിരിയൊന്നും കുഴച്ച് കൊടുക്കണ്ട കേട്ടോ. ചോറ് വെച്ചിട്ടാകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് കയ്യിൽ തടവി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പാണ് കേട്ടോ. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണ് ഉപ്പ് വെച്ചെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ചോറ് അരച്ചെടുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പ് വളരെ കുറവായിരുന്നു, അപ്പോൾ ഞാനൊരു കുറച്ചും കൂടെ ഇട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ അതാ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യമ്മയൊക്കെ നല്ലപോലെ ഒട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓയിലൊന്ന് ആക്കിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കൊരു ബാറ്റർ വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് 2 സ്പൂൺ മൈദ എടുത്തിട്ട് അതിലേക്ക് ഒരു ലേസും ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് പരത്തിയെടുക്കുമ്പോൾ അതിമൊന്നിങ്ങനെ തടവി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ നമ്മളിപ്പോൾ കൂട്ടി വെച്ചിട്ടുള്ള മാവ് ഞാൻ 2 ബൗളായിട്ട് വലിയത് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ബൗളായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിൽ ഒരു ബോൾ എടുത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് പരത്തിയിട്ട് നമ്മളെ ഇതുമ്മേ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിമ്മ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഇതുമ്പോൾ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമ്മളൊരു കത്തി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ ഇതാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ മുറിച്ചെടുത്തിട്ടുള്ള ഈ ഓരോ കഷ്ണങ്ങളും ഉണ്ടല്ലോ, അതെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല ലെയറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു ചപ്പാത്തി പരത്തണ അതൊക്കെ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ, ചപ്പാത്തി കോലെടുത്തിട്ട്. പക്ഷേ ഞാനിവിടെ പത്തിരി പരത്തണ കുഴലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചപ്പാത്തിൻ്റെ പരത്തണ കോല് ഉണ്ടായിരുന്നു, അത് ഞാൻ തിരഞ്ഞു നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടാണ് പരത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഴലിനേക്കാളും സുഖമായിട്ട് ചപ്പാത്തി കോലുകൊണ്ടാണ് കേട്ടോ പരത്താൻ വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് പിന്നെ നമ്മൾ ഓരോന്നിങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ചട്ടി വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓയിൽ നല്ലപോലെ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കുക. ഓയിൽ തേച്ച് കൊടുക്കാതെയും ചുട്ടെടുക്കുക കേട്ടോ. നല്ല പോലെ പൊള്ള വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. രാവിലെയൊക്കെ നമുക്ക് ചായക്കടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം, പിന്നെ അതുപോലെ രാത്രി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊറാട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് പിന്നെ അതൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് കുറേ റിസ്ക് ആണല്ലോ പൊറാട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര റിസ്ക് ആണല്ലോ. അപ്പോൾ അത്രയൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ നമ്മൾ ചട്ടകൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഈ പൊങ്ങിയ മാതിരി തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാരണം കോഴിമുട്ടയും ചോറും മൈദയാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കടയിൽ നിന്നൊക്കെ പൊറാട്ട വാങ്ങിയിട്ട് ഇങ്ങനെ വെറുതെ വയറൊന്നും കേട് വരുത്തണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാതും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ നല്ല പോലെ കനം കുറച്ചിട്ട് അങ്ങനെ പരത്തിയെടുക്കരുത്. ചെറുതായിട്ടൊരു കനമൊക്കെ വേണം കേട്ടോ. പറ്റ കനം കുറച്ചാൽ പൊള്ളച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ കനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഹാർഡായിട്ടൊന്നും അല്ലേ, കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെ കേട്ടോ കിട്ടുക. അപ്പം ഇനി രാവിലെ ചപ്പാത്തി പിന്നെ പൊറാട്ടയൊക്കെ ഉണ്ടാക്കാനും വാങ്ങാനൊക്കെ വിചാരിക്കണോലുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഇതുപോലെ ചോറൊക്കെ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു കേട്ടോ. കുറച്ച് ഒരു കപ്പ് ചോറൊക്കെ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എന്നിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ട് കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അതെല്ലാതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാത്രത്തിലുണ്ടായിരുന്ന ചോറും ആ മൈദയും വെച്ചിട്ട് എനിക്ക് ഇത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. കണ്ടോ, നല്ല ലെയറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറാട്ടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.